പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് രത്നങ്ങളെക്കുറിച്ചൊരു പുതിയൊരു വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ്. പൊതുവിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള രത്നങ്ങളെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ ധരിക്കുന്നതിനെക്കുറിച്ചുള്ള രത്നങ്ങളും അതുപോലെ തന്നെ അതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞു വരിക. നമുക്ക് കാണാൻ സാധിക്കാത്ത, അതായത് വിവിധ ഇനം രത്നങ്ങൾ, നമുക്ക് പേര് പോലും നിർവചിക്കപ്പെടാൻ പറ്റാത്തുള്ള രത്നങ്ങൾ ഇന്നും ഭൂമിയിൽ കാണപ്പെടുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിന് കൃത്യമായിട്ടുള്ളൊരു നാമമോ അതിൻ്റെ ഒരു ഘടനയെക്കുറിച്ചൊന്നും ഒന്നിലും പ്രതിപാദിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ വരുന്ന അതുപോലത്തെ ഒരു സ്റ്റോണിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ നമ്മൾ ചില സ്റ്റോണുകൾ നമുക്കുണ്ടാകുന്ന എനർജി, നമ്മുടെ റേഡിയേഷൻ തെറാപ്പി വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ രത്നങ്ങൾ ധരിച്ചത് കൊണ്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റവും രത്നം ധരിക്കാത്ത ഒരാളിൽ മാറ്റം ഉണ്ടാകില്ലേ എന്നുള്ളൊരു ചോദ്യവും പ്രസക്തമായിട്ട് വന്നിട്ടുണ്ട്. രത്നം ധരിക്കുന്ന ആളിന് എനർജി ഉണ്ടാകുന്നത് അയാൾക്ക് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന റേഡിയേഷൻ പവറിൻ്റെ അടിസ്ഥാനത്തിലാണ്. രത്നം ധരിക്കാത്ത ആൾക്ക് എനർജി ഉണ്ടാവുക എന്നുള്ളത് അയാൾക്ക് എനർജി ഉണ്ടാവേണ്ട പലവിധമായിട്ടുള്ള റെമഡീസും ഉണ്ട്. ചില ആൾക്കാർ യോഗ ചെയ്യുന്നുണ്ട്. യോഗ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിന് എന്താ ഒരു എനർജി ഉണ്ടാവുന്നില്ലേ? യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ മൈൻഡ്, നമ്മൾ ശരീരം പുറപ്പെടുവിക്കുന്ന ഫ്രീക്വൻസി റേഞ്ച്, ആ ഫ്രീക്വൻസി റേഞ്ച് കൃത്യമായൊരു സ്റ്റേജിലേക്ക് കടക്കുന്നതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി നമ്മുടെ മെൻ്റൽ ഫ്രസ്ട്രേഷൻ, നമുക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ, നമ്മളുടേതായിട്ടുള്ള ദിനചര്യ രോഗങ്ങളുണ്ട്. ഇന്ന് ഷുഗർ, കൊളസ്ട്രോള്, BP എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അതൊക്കെ യോഗയിലൂടെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോസസ്സിങ്ങാണ് നമ്മൾ രത്നം ധരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിടക്കുന്ന രത്നത്തിൽ പ്രകാശം പതിച്ചുകൊണ്ടുണ്ടാകുന്ന റേഡിയേഷൻ. അപ്പോൾ ഈ രത്നം വിവിധ ഘട്ടങ്ങൾ വേർതിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, രത്നങ്ങളെ അമൂല്യ രത്നങ്ങളെന്നും ഉപരത്നങ്ങളെന്നും പറഞ്ഞ് രണ്ടായിട്ട് വേർതിരിച്ചു. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അമൂല്യ രത്നങ്ങളെന്ന് പറയുന്നതിൻ്റെ നാമധേയം, അതിൽ കൊടുത്തിരിക്കുന്ന അമൂല്യ രത്നങ്ങളെന്ന് പറയുന്നത് യെല്ലോ സഫയറുണ്ട്, വൈറ്റ് സഫയറുണ്ട്, ബ്ലൂ സഫയറുണ്ട്, എമറോൾഡ് ഉണ്ട്, കാറ്റ്സൈ ഉണ്ട്, അപ്പോൾ ഗാർണറ്റുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ധരിക്കാൻ പറ്റുന്ന സ്റ്റോണുകളുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമായിട്ട് നമുക്ക് രത്നങ്ങളെ സൂക്ഷിക്കാൻ പറ്റുന്നൊന്നും കൂടിയാണ്. രത്നങ്ങൾ ധരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ സൂക്ഷ്മതയോട് കൂടിയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് രത്നങ്ങളെ മാറ്റാൻ സാധിക്കും. അതാണ് ഈ രത്നങ്ങളുടെ പ്രത്യേകത. ഈ രത്നങ്ങളോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. നമ്മൾ രത്നങ്ങളോട് സംസാരിക്കുന്നൊരു എനർജി, അവിടെ ഒരു ഫോർമേഷനുണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഓരോ രത്നങ്ങൾ നമ്മൾ ധരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഞാൻ പൊതുവിൽ വ്യത്യസ്തമായിട്ട് ഈ രത്നങ്ങളുടെ മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ട്, രത്നങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അനുയോജ്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഓരോ രത്നങ്ങളിലും ആൾക്കാർ ബുദ്ധിമുട്ടുന്നു, അത് എടുക്കുന്നത് കറക്റ്റാവുന്നില്ല എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ ആൾക്കാരും പറയുന്ന അഭിപ്രായങ്ങളും അനുഭവങ്ങളുമാണ് എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി സാധിക്കുക. അപ്പം നമ്മളുടെ മുമ്പിലേക്ക് വരുന്നൊരു അഭിപ്രായം അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്നൊരു സംശയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ഇങ്ങനെ, ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ആ സംശയ ധ്രുവീകരണം നടത്തുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവലംബിച്ചൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രത്നം, ആ രത്നത്തെ നമ്മൾ ധരിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, ശ്രദ്ധിച്ചോളണം. നമ്മളൊരു രത്നം മേടിക്കുമ്പോൾ നമ്മൾ വിവിധ കാറ്റഗറിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. മിഡിൽ ക്ലാസ് ഉണ്ട്, അപ്പർ ക്ലാസ് ഉണ്ട്, ലോ ക്ലാസ് ഉണ്ട്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് മനുഷ്യനെ വിവിധ ഘട്ടങ്ങളിലൂടെ തിരിച്ചിരിക്കും. മനുഷ്യനെയും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ എല്ലാ മനുഷ്യരും ഒന്നാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരെ വിവിധ ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് BPL കാർഡ്, APL കാർഡ്, ഇങ്ങനെയുള്ള കാർഡ് പോലും ഗവൺമെൻറ് പ്രക്രിയയിൽ തന്നെ തിരിച്ചിട്ടുണ്ട്. അത് എപ്പോഴും സമ്പാദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത സാഹചര്യവും അവൻ്റെ ചുറ്റുപാടുമാണ്, അവൻ്റെ സമ്പാദ്യം. എല്ലാ പേർക്കും ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് മേടിച്ച് ധരിക്കാൻ വേണ്ടി സാധിക്കില്ല, അത് വാസ്തവമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഹൈ ക്വാളിറ്റി അല്ലാതെ മറ്റൊന്ന് കൊടുക്കാനും സാധിക്കില്ല, അതും വാസ്തവമാണ്. അപ്പം ഞങ്ങളോട് ചോദിക്കുന്ന ആൾക്കാർക്ക് എല്ലാ പേർക്കും രത്നം മേടിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടല്ല. സാധിക്കാത്തവർ വിഷമിക്കണ്ട, നിങ്ങൾക്ക് ദൈവം സഹായിച്ചൊരു റെമഡീസ് ഉണ്ടാവും.
അപ്പം നമ്മൾ കൊടുക്കുന്ന സ്റ്റോണിൻ്റെ നമ്മുടെ മാർക്കറ്റിൽ എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് ആയതുകൊണ്ട് നമ്മൾ ലോ ക്വാളിറ്റി സ്റ്റോൺസിലേക്ക് വരത്തില്ല, നമ്മൾ ആ ഒരു ബിസിനസ്സിലേക്ക് മാറത്തില്ല. കാര്യം സ്വാഭാവികമായിട്ട് കൊടുക്കുന്നതിൽ ഗുണമുണ്ടാകാൻ വേണ്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ ബെസ്റ്റ് ആയിരിക്കണം. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. ഒരു യെല്ലോ സഫയറാണ് ആ കല്ലിൻ്റെ ഡെലിവറി. അപ്പോൾ ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ആ സ്റ്റോൺസ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ലാബിൽ നിന്ന് നമുക്കൊരു കല്ല്, ഏത് കല്ലാണ് യെല്ലോ സഫയർ, അതിൻ്റെ ഹാർഡ്നെസ്, എൻ്റെ ഭാരം എല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ലാബുകാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അവരുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ നമ്മുടെ ഓതറൈസേഷൻ കൊടുത്തൊരു ലാബിൽ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് എപ്പോഴും വെബ്സൈറ്റിൽ ഫോം ആവാറുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമർ അത് നോക്കിയപ്പോൾ, ആ സർട്ടിഫിക്കറ്റിൽ കാണുന്നത് 5.95 എന്നാണ് അവർ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിലേക്ക് ഇൻഫർമേഷൻ വന്നപ്പോൾ ഇത് എൻ്റർ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് ആ കല്ലിൻ്റെ ഒരിതാണ് കാണുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അവരോട് സംസാരിക്കുകയും അതുവഴി ഞാൻ ഈ ലാബിലേക്ക് കൺഫേം ചെയ്യാൻ പറഞ്ഞ് ലാബുകാർക്ക് ഒരു ദിവസം അവർ ഏകദേശം ഒരു 10,000 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു 5,000 സർട്ടിഫിക്കറ്റ് അവർ ഈ വെബ്സൈറ്റിലേക്ക് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതിന് വേണ്ടിയിട്ടൊരു കോർഡിനേറ്റീവ് വിങ് ഉണ്ട്. അപ്പോൾ ആ വിങ്ങാണ് ഈ ഇപ്പോൾ ഗവൺമെൻറ് ലാബിൽ നമ്മളിപ്പോൾ കേശവദാസപുരം ലാബുണ്ട്, ലാബിൽ നമ്മളൊരു സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സർട്ടിഫൈ ചെയ്യുന്ന സാധനം 2 days കഴിഞ്ഞിട്ടാണ് അപ്ഡേഷൻ വരുന്നത് വെബ്സൈറ്റിൽ. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകൾ അത് കല്ലിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പം ഞാൻ ലാബുകാരുമായിട്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെ നമുക്ക് വരാനില്ല, ബൈ ചാൻസ് അങ്ങനെ ഒരു ഫർദർ മിസ്റ്റേക്ക് വന്നാൽ എങ്ങനെയാണ് എന്നുള്ള രീതി ഞാൻ ചോദിച്ചപ്പോൾ ലാബുകാർക്ക് അങ്ങനൊരു മിസ്റ്റേക്ക് ഇവരെ ഈ സ്റ്റാഫുകളെ അവരുടെ കോർഡിനേറ്റീവ് വിങ്ങിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വിങ് കോർഡിനേറ്റീവ് വിങ്ങിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ആ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും മെൻഷൻസ് ഉണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് ചെയ്യും. കാര്യം ഓരോ ബാർകോഡും ഓരോ സ്റ്റോണിനുണ്ട്. ഈ ബാർകോഡിൽ ഇൻഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് സ്റ്റോണുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഏത് ഹാർഡ്നെസ് ആർക്കും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നാച്ചുറലായിട്ട് ഹൈ ക്വാളിറ്റി ലാബുകളുടെ പ്രത്യേകത. നോർമൽ ലാബ്സിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അപ്പം നമ്മളൊരു രത്നം കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് അതിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ ക്വാണ്ടിറ്റിയും മെൻഷൻ ചെയ്ത് അത് കൃത്യമായി സത്യസന്ധമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോൺ കൊടുക്കുക എന്ന് പറയുന്നത് അത് ദൈവികമായിട്ട് കാണുന്ന ഒന്നുമാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ബിസിനസ്സിൽ എല്ലാ പേർക്കും മിസ്റ്റേക്ക് വരാം, സ്വാഭാവികം. പക്ഷേ എല്ലാ പേരും എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നുമല്ല. ഒരു കല്ലിൻ്റെ ഒരു ഹാർഡ്നെസ് എന്ന് പറയുന്നത് 8 ആണെങ്കിൽ 8 എന്ന് പറയുന്നത് ഞങ്ങൾ കൊടുക്കുമ്പോൾ 8.5 മുകളിൽ കൊടുക്കും. കാര്യം എന്താ, ആ കല്ല് റിങ്ങിലേക്ക് ആക്കുന്ന സമയത്ത് ഒരു 5 ഗ്രാം കുറഞ്ഞാലും ഞങ്ങളത് ചെയ്യും. ചിലതിന് ഞങ്ങൾ ഇപ്പോൾ ഒരു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയറായിട്ടുള്ള ഒരു ക്യാറ്റ് സൈഡ് ഡെലിവറി ഉണ്ട്. ഞങ്ങളത് റിങ്ങിന് ഷേപ്പ് ചെയ്തപ്പോൾ അതിൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് പോവും. അതുകൊണ്ട് അത് 7.65 ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ കല്ലുകളെന്ന് പറയുന്നത് എല്ലാം സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പേർക്കും വെരിഫൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കല്ല് നമ്മുടെ എല്ലാ കസ്റ്റമറും അവർ വെരിഫൈ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് അവർ കൃത്യമായിട്ട് നോക്കി ആ ഓരോ ക്ലാരിറ്റിയും കൃത്യമായിട്ട് ഓരോ ക്യാരറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്ത് കൊടുത്ത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് മിക്കയിടത്തും കല്ലുകളുടെ ക്യാരറ്റ് കറക്റ്റായിരിക്കും, പക്ഷേ കല്ലിൽ ഉണ്ടാകുന്ന ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് കറക്റ്റല്ല. അപ്പം നല്ല കല്ല് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഗുണമുണ്ടാവും. അത് സത്യസന്ധമായ കാര്യമാണ്. അതിപ്പോൾ ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. നല്ല കല്ലുകൾക്ക് എപ്പോഴും നല്ല ഗുണം കിട്ടും. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രത്നങ്ങൾ ആർക്കും നിർബന്ധിച്ച് ധരിക്കാനോ രത്നങ്ങൾ ധരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ധരിച്ചതിന് ശേഷം അവർക്കുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ആക്ച്വലി നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട, രത്നങ്ങൾ ആർക്കും നിർബന്ധിച്ച് മേടിപ്പിച്ചിടാൻ പറ്റുന്നൊരു സാധനമല്ല. അത് സാധിക്കില്ല. നിമിത്തം ഉണ്ടെങ്കിൽ മാത്രമേ, നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രത്നം ഇടാൻ സാധിക്കൂ.
അല്ലെങ്കിൽ പോയി ഏതെങ്കിലും ഗ്ലാസോ സിന്തറ്റിക്കോ പോയിട്ട് ഏതെങ്കിലും കടയിൽ പോയിട്ട് മേടിച്ചിടുക എന്നുള്ളതല്ലാതെ രത്നം ധരിക്കണമെന്നുണ്ടെങ്കിൽ അവന് നിയോഗം വേണം. അവൻ്റെ സമയമാകുമ്പോൾ അവൻ ധരിക്കും. അതിപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രം എനിക്ക് നാളെ 100 പേര് വന്ന് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നോ അല്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ വന്ന ആൾക്കാർ വന്ന് ധരിക്കുമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എത്രയോ കസ്റ്റമേഴ്സ് വരേണ്ടത്. അങ്ങനെയൊന്നുമല്ല. നമ്മളെപ്പോഴും നമ്മളുടെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കർമ്മം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബിസിനസ് എന്ന് പറയുന്ന രത്നങ്ങളാണ്. ഇപ്പോൾ രത്നത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം ഈശ്വരൻ തരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന് പറയുന്നത് എല്ലാം നേടി വന്നിരിക്കുന്ന ഒരാളല്ല. ഒരുപാട് കഷ്ടപ്പാടിലൂടെയും ഒരുപാട് വേദനയിലൂടെയും സഞ്ചരിച്ചൊരു ബിസിനസ്സിനെ പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ഗോഡ് ഫാദറുകൾ ഇല്ലാത്ത ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ശാന്തൻ റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം വരിക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാണ്. ഞാൻ ഓരോ സ്റ്റോൺസും ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, കല്ലിന് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റോൺസ് മേടിക്കുമ്പോൾ ഓരോ ലോട്ടുകൾ മേടിക്കുന്ന സമയത്തേക്ക് വളരെ കഷ്ടപ്പാടോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞാനൊരു ലോട്ട് മേടിച്ച സാഹചര്യമുണ്ട്. അവിടെ നമ്മളെപ്പോഴും കാണിക്കുന്നൊരു എത്തിക്സ് ഉണ്ട്. ബിസിനസ്സിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയത്, ഞങ്ങളുടെ സാധനം ഞങ്ങൾ കൊടുക്കുന്ന റേറ്റും ഇതാണ്. ഞങ്ങളുടെ സാധനം ഉപയോഗിക്കുന്നവർ മാത്രം ഉപയോഗിച്ചാൽ മതി. ആ സാധനത്തിന് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ഇന്നും ഞങ്ങളെ സമീപിക്കുന്നത്. ആ ക്വാളിറ്റി ഉള്ളത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഗോഡ് ഫാദറുകളില്ലാത്ത ഒരു സ്ഥാപനത്തിൻ്റെ ഉയർച്ചയിലേക്ക്, ഒരു ബ്രാൻഡിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന എഫേർട്ട്, അത് എൻ്റെ അഭിമാനമായിട്ടും ഞാൻ കാണുന്നുണ്ട്. ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സ്റ്റെബിലിറ്റി ഉള്ള ലൈഫായിരിക്കില്ല അവർക്ക്. ഒരു ബിസിനസ്സിൽ കയറ്റവുമുണ്ട് ഇറക്കവുമുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് റോൾ മോഡൽസ് ആയിട്ടുള്ള ബിസിനസ്സുകാരുണ്ടാവും. അതിനൊരു എക്സാമ്പിൾ തന്നെ നമുക്ക് യൂസഫ് അലി, അദ്ദേഹമാണല്ലോ സാധാരണക്കാരെയൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹത്തെ തന്നെ പറയാം. അപ്പോൾ യൂസഫ് അലി, ഇന്ന് കാണുന്ന യൂസഫ് അലി ആയത് അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ പരിശ്രമവും അദ്ദേഹം അനുഭവിച്ച വേദനകൾ അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. അതിൽ നിന്ന് അദ്ദേഹം പോകുമ്പോൾ, അദ്ദേഹം ഇന്ന് ഹെലികോപ്റ്ററിൽ പോകുന്നു, അദ്ദേഹം ഇന്ന് ഫ്ലൈറ്റിൽ പോകുന്നു, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഫ്ലൈറ്റുണ്ട്, അദ്ദേഹത്തിന് എല്ലാ ലോകരാജ്യങ്ങളിലും ബിസിനസ്സുണ്ട്. ഇത് യൂസഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇതിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമം, അദ്ദേഹത്തിൻ്റെ വിഷമം, അദ്ദേഹത്തിൻ്റെ സങ്കടം, അദ്ദേഹത്തിൻ്റെ സന്തോഷം, ഇതൊക്കെ ഒരു അധ്വാനമാണ്. ആ അധ്വാനം അദ്ദേഹത്തിന് ദൈവികമായിട്ടുള്ളൊരു അനുഗ്രഹം കൂടി ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇന്ന് ഈ നിലയിലെത്തി. ഇപ്പോഴും അദ്ദേഹത്തിന് വിഷമമുണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കർമ്മം, ആ കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം, ആ ലാഭത്തിൽ നിന്ന് ജനങ്ങളെ സഹായിക്കുന്നൊരു മനസ്സ്, ഇത് മൂന്നും യൂസഫ് അലിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അതേ യൂസഫ് അലിയെ ഇന്ന് രാവിലെ നമ്മൾ വേറൊരാൾ ചിന്തിക്കുകയാണ്, നാളെ രാവിലെ ഞാൻ യൂസഫ് അലി ആകണമെന്ന് ചിന്തിച്ചാൽ അവൻ്റെ വിഡ്ഢിത്തരമാണ് അതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്നത് ആരുടെ മുമ്പിലും അടിയറ വയ്ക്കാത്ത എൻ്റെ ഓൺ ബ്രാൻഡാണ്. സ്റ്റാറ്റസ് ഇടുമ്പോൾ വാട്സപ്പിൽ പേപ്പറിൽ എഴുതി ഇന്ന കല്ല് ഇന്ന ക്യാരറ്റ് എന്ന് ഞാൻ ആദ്യം സ്റ്റാറ്റസ് ഇട്ടു. ഒരുപാട് പേര് എന്നെ കളിയാക്കും. ഒരുപാട് പേര് എൻ്റെ അടുത്ത് എന്താ പറയുക, കുറേ കല്ലും കൊണ്ട് കിടക്കുന്നു. നമ്മുടെ സ്വപ്നങ്ങളെ കാണുന്നവരുടെ മുമ്പിലാണ് നമ്മൾ മനസ്സ് തുറക്കേണ്ടത്. നമ്മളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരുടെ മുമ്പിലാണ് നമ്മൾ മനസ്സ് തുറക്കേണ്ടത്. സാമ്പത്തികത്തിൻ്റെ പേരിൽ അപമാനം കേൾക്കുന്നത്, അപമാനിക്കപ്പെടുന്നത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു മൂലധനമില്ലാത്ത ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. പക്ഷെ എത്രയോ പേര് നമ്മൾ അപമാനിക്കും. ഒരു കല്ല് സമയബന്ധിതമായിട്ട് നമുക്കിപ്പോൾ സെയിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ പറയുന്ന വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ആ ബിസിനസ് മൊത്തത്തിൽ അവിടെ തകരും. അപ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷെ ആ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഊർജം പോസിറ്റീവായിരിക്കണം. ഓപ്പോസിറ്റ് ഇരുന്ന ഒരാൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല. നിൻ്റെ ഉള്ളിലുള്ള എയിമും നിൻ്റെ ഉള്ളിലുള്ള എനർജിയും പോസിറ്റീവാണെങ്കിൽ
നീ അവിടേക്ക് എത്തുമെന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് അഭിലാഷ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഞാൻ രത്നങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. രത്നങ്ങളെ ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ രത്നങ്ങളെക്കുറിച്ചൊരു ബിസിനസ് അല്ലെങ്കിൽ രത്നങ്ങളെക്കുറിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിത്യോപയോഗ സാധനമല്ല. രത്നങ്ങളെന്ന് പറയുന്ന വില കൂടിയ രത്നങ്ങളാണ്. അപ്പം അതിനെക്കുറിച്ച് പഠിക്കണം. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ കല്ലുകളെക്കുറിച്ച് പഠിപ്പിക്കാനും കല്ലുകളെക്കുറിച്ച് മനസ്സിലാക്കി തരാനുള്ള തിയററ്റിക്കൽ വ്യൂ അല്ല, പ്രാക്ടിക്കലി വ്യൂ വേണം. പ്രാക്ടിക്കലി നമ്മളൊരു സ്റ്റോണിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ കൂടി അഭിപ്രായം കിട്ടണമെന്നില്ല. അവർ പെട്ടെന്ന് നമ്മളെ പഠിപ്പിക്കത്തില്ല. കാര്യം എന്താ, അവരെക്കാട്ടി മുകളിലേക്ക് നമ്മൾ പോകുമെന്നുള്ള ഒരു ബോധ്യം അവരുടെ ഉള്ളിലുണ്ടായിരിക്കാം, സ്വാഭാവികം. പക്ഷേ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഇന്ന് കല്ലുകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നെങ്കിൽ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടും അതിൻ്റെ കാലഘട്ടങ്ങളെക്കുറിച്ച് ഗ്രഹിച്ചിട്ടും അതിലുള്ള ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടും ഏതൊക്കെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചു എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ദീർഘകാലമായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന സ്വപ്നമാണ് ശാന്തം റോയൽ ജെംസ് ആൻഡ് ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് മാത്രം കൊടുക്കുന്ന, ഹൈ ക്വാളിറ്റി സ്റ്റോണുകളിലുള്ള ഓർണമെൻറ്റ്സ് കൊടുക്കുന്ന ഒരു സ്ഥാപനം. അതെൻ്റെ സ്വപ്നമാണ്, എൻ്റെ വിഷനാണ്. ആ വിഷനിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്നൊരു എനർജി, നമ്മളെ മനസ്സിലാക്കുന്നവരിൽ നിന്ന് കിട്ടുന്നൊരു എനർജിയുണ്ട്. ആ എനർജിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. നമ്മളെല്ലാ പേരും എല്ലാം തികഞ്ഞവരല്ല. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുന്നൊരു സമയം മാത്രമേ നിനക്ക് ദൈവം അനുവദിച്ചിട്ടുള്ളൂ എന്നുള്ള ബോധ്യമുള്ള ഒരാളുമാണ് ഞാൻ. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് എൻ്റെ തീരുമാനങ്ങളെല്ലാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ രത്നങ്ങളെന്ന് പറയുന്നതും ജീവിതത്തിൽ ഒരു പടിയുടെ ഉയർച്ചയാണ്. ആ ഉയർച്ച ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, എന്നെപ്പോലുള്ള 100 കണക്കിന് ചെറുപ്പക്കാരുണ്ടാവാം. സാഹചര്യങ്ങൾ, വീട്ടിലെ സാഹചര്യങ്ങളായാലും ശരി, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളായാലും ശരി, നമുക്ക് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങി അത് വിജയിച്ച് അതിനൊരു ടേമിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അതും ഒരു ഹൈ ലക്ഷറീസ് ആയിട്ടുള്ളൊരു ബിസിനസ്, ഭയങ്കരമായിട്ട് എൻ്റെ മുന്നിലുണ്ടായിരുന്ന കടമ്പയായിരുന്നു. ആ കടമ്പയുടെ വിവിധ ഘട്ടങ്ങളിൽ ഞാൻ ഒരുപാട് വേദനകളും വിഷമങ്ങളും സഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നും ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും 2 പ്രാവശ്യം ഞാൻ ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് മാത്രം കൊടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, അതെൻ്റെ മനസ്സിലെ ആഗ്രഹമാണ്, എൻ്റെ മനസ്സിലെ അംബീഷനാണ്, എൻ്റെ മനസ്സിലെ എയിമാണ്. നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ പലരും ഉണ്ടാവും, നിഷ്ക്രിയരാക്കാൻ അതിനപ്പുറം ആൾക്കാരുണ്ടാവും. എന്തുകൊണ്ടാണ്? ഒരു സംരംഭം വിജയത്തിലേക്ക് പോകുമ്പോൾ അതിനെ എങ്ങനെ താഴെ ഇറക്കണമെന്ന് കൂലങ്കഷമായിട്ട് ചിന്തിരിക്കുന്ന ഒരു കൂട്ടം വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇതിനിടയിൽ ദൈവീകമായിട്ടുള്ളൊരു കഴിവും ദൈവീകതയും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ, ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ, പണ്ടത്തെ പഴമൊഴി കേട്ടിൽ ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ തുണയെന്ന് പറയും പോലെ നമ്മുടെ സംരക്ഷകൻ എപ്പോഴും ഈശ്വരനാണ്. ആ ഈശ്വരൻ പ്രകൃതിക്ക് തന്ന വരദാനമായിട്ടാണ് രത്നങ്ങൾ ഞാൻ കാണുന്നത്. ആ രത്നങ്ങൾ എൻ്റെ യാത്രയിൽ എൻ്റെ കവചമായി നിൽക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്കിന്ന് നിങ്ങളോട് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രതിബന്ധങ്ങളിൽ തകർന്നു പോകുന്നതല്ല ജീവിതത്തിലെ വഴികൾ, വിശ്വാസത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ല കാഴ്ചകൾക്കപ്പുറമുള്ള ലോകം. കാണാത്തത് കാണുന്നതിനേക്കാൾ മാധുര്യമാണെന്ന് ചിന്തിക്കുന്നതല്ല, കാണുന്നത് എക്കാലത്തെയും മികച്ചതാണെന്ന് ചിന്തിക്കുന്നതിലാണ് വിജയത്തിൻ്റെ തോത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.